അപരവൽക്കരിക്കപ്പെട്ട ഭൂവിധാനങ്ങൾ എന്ന പേരിൽ എറണാകുളം ദർബാർ ഹാളിൽ സംഘടിപ്പിച്ച കലാപ്രദർശനമാണ് ഇത്തരത്തിൽ കീറിയെറിയുന്ന ഒരു സാഹചര്യമുണ്ടായത്. വൈകുന്നേരം ഏകദേശം 7 മണിയോടെ എത്തിയ 2 അംഗ സംഘമാണ് ഇത്തരത്തിൽ കലാപ്രദർശനങ്ങൾ, ചിത്രപ്രദർശനങ്ങൾ അത് കീറിയെറിഞ്ഞത്. നോർവീജിയൻ കലാകാരിയായിട്ടുള്ള ഹനാൻ ബെനാമറിന്റെ കലാസൃഷ്ടികളാണ് ഈ 2 അംഗ സംഘം കീറിയെറിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിലടക്കം ഈ ചിത്രപ്രദർശനം നടത്തുന്നതിനെതിരെ, കലാപ്രദർശനം നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കലാപ്രദർശനത്തിൽ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്ലീല പ്രയോഗങ്ങളൊക്കെ കലാപ്രദർശനത്തിലുണ്ട്. അത് അനുവദിക്കാനാവില്ല എന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഉള്ള വിശദീകരണം എന്ന് പറയുന്നത് മുന്നറിയിപ്പ് കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിന് നൽകിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വാണിംഗ് കൂടി ഇതിൽ ഈ ചിത്രപ്രദർശനം തുടങ്ങുന്നതിന് മുൻപ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ട്, അശ്ലീല വാക്കുകളോ അത്തരത്തിലുള്ള സഭ്യമല്ലാത്ത വാക്കുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഒരു ചിത്രപ്രദർശനമാണ്. നോർവീജിയൻ കലാകാരിയുടേതാണ്. മറ്റ് ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ നടത്തി വന്നിരുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സെൻസർ ചെയ്യാൻ ആവില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചിത്രപ്രദർശനമായതുകൊണ്ട് തന്നെ അത് സെൻസർ ചെയ്യാനാവില്ല എന്നുള്ള നിലപാട് അക്കാദമിക്കുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ചിത്രപ്രദർശനം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ചിത്രങ്ങളൊക്കെ കീറിയെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചേട്ടാ, എന്ത് സംഭവിച്ചേ? വൈകുന്നേരം 6:30 മണിയായപ്പോഴത്തേക്കും അവർ ജസ്റ്റ് ഷോ കാണുന്ന പോലെ വന്ന് കയറിയാണ്. പിന്നെ നമുക്ക് അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കീറിയിട്ടാണ് കണ്ടത്. വേറെ ഒന്നും നമുക്കറിയില്ല. ഓൾറെഡി ഇവിടെ മുന്നറിയിപ്പുകളും കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് നടത്തുന്ന ഒരു ഇതാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ട്. വിജയം കലാകാരിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്നും പറയാൻ പറ്റില്ല, അവരുടെ സൃഷ്ടികളാണ് കംപ്ലീറ്റ്. ഇനി എന്തായിരിക്കും അടുത്ത നടപടികളിലേക്ക് അക്കാദമിയായിട്ട് തീരുമാനിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് തന്നെയാണ്. അതായത് ഇനി ഇതിൽ നടപടിയും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് അക്കാദമിയാണ്. അപ്പോൾ നാളെ അതിനുള്ള നടപടിയും കാര്യങ്ങളും, ഇപ്പോൾ കേസ് നൽകുകയാണെങ്കിൽ അതിനുള്ള നടപടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും മലയാളികളായിട്ടുള്ള 2 പേരാണ് ഇവർ ഈ ചിത്രങ്ങൾ കീറിയെറിയുന്ന ദൃശ്യം PM ജോണി എന്ന് പറയുന്ന ഒരു മറ്റൊരു കലാകാരൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അക്കാദമി അറിയിച്ചിരിക്കുന്നത്.